Hello friends, welcome back to my channel. All is well. Today I am dealing with growth and development. I hope all of you are doing well. So let's start today. Growth and development. ഈ ഒരു ടേംസ് എല്ലാം ബി എഡ് കഴിഞ്ഞവർക്കും ബി എഡ് ചെയ്യുന്നവർക്കും ഒക്കെ അറിയുന്ന രണ്ട് ടേംസ് ആണല്ലേ. നമ്മുടെ സി ടെറ്റ് കെ ടെറ്റ് എൽ പി യു പി എൻ വി എസ് കെ വി എസ് എല്ലാ എക്സാമിനും ചോദിക്കുന്ന ഒരു ഭാഗമാണ് അല്ലേ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. സോ നമുക്ക് നോക്കാമല്ലോ എന്താണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന്. Growth refers to the physical increase in the size of the body, increase in weight, height and internal organs. So, it refers to the physical increase in the size of the body. Growth എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഫിസിക്കൽ ഇൻക്രീസ് ഇൻ ദ സൈസ് ഓഫ് ദ ബോഡി, ബോഡിയിൽ വരുന്ന ഫിസിക്കൽ ഇൻക്രീസിനെയാണ് എന്ത് പറയുന്നത് ഗ്രോത്ത്. ഇൻക്രീസ് ഇൻ ദ വെയ്റ്റ്, ഹൈറ്റ് ആൻഡ് ഇൻറ്റേർണൽ ഓർഗൻസ്. അതായത് ഹൈറ്റ്, വെയ്റ്റ് അതിലൊക്കെ ഉണ്ടാകുന്ന ഇൻക്രീസ് ചേഞ്ചസിനെയാണ് എന്ത് പറയുന്നത് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇറ്റ് റിഫേഴ്സ് ടു എ ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ച്, അതായത് അതൊരു ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ചാണ് വിച്ച് ക്യാൻ ബി മെഷേർഡ്, അതായത് നമുക്ക് അളക്കാൻ പറ്റുന്ന ഒരു ചേഞ്ചാണ് എന്ത് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അക്കോർഡിംഗ് ടു ക്രോ ആൻഡ് ക്രോ സൈക്കോളജിസ്റ്റ് നമുക്കറിയാം അല്ലേ. ഗ്രോത്ത് മീൻസ് സ്ട്രക്ചറൽ ആൻഡ് ഫിസിയോളജിക്കൽ ചേഞ്ചസ്. ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താ, ക്രോ ആൻഡ് ക്രോയുടെ അഭിപ്രായത്തിൽ ഒരു സ്ട്രക്ചറൽ ആൻഡ് ഫിസിയോളജിക്കൽ ചേഞ്ചസ് ആണ്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ബിക്കം ലാർജർ ഓർ ലോങ്ങർ. അതായത് ക്രോ ആൻഡ് ക്രോ എന്താ വെൽ നോൺ സൈക്കോളജിസ്റ്റ് ആണല്ലേ. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ എന്താ ദ സ്ട്രക്ചറൽ ആൻഡ് ഫിസിയോളജിക്കൽ ചേഞ്ചസ് ആണ് എന്ത് ഗ്രോത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ബിക്കമിങ് ലാർജർ ലോങ്ങർ. അതായത് ഗ്രോത്ത് എന്ന് പറയുന്നത് നമ്മളെ ഒരു പ്രോസസ്സാണ് ഫോർ ബിക്കമിങ് എ ലാർജർ ഓർ ലോങ്ങർ. ഇറ്റ് ഈസ് ഫോർ ലിമിറ്റഡ് പീരീഡ്. ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു ലിമിറ്റഡ് പീരീഡേ ഉള്ളൂ ആൻഡ് ഹാസ് ലിമിറ്റഡ് സ്കോപ്പ്. അതിനൊരു ലിമിറ്റഡ് സ്കോപ്പ് മാത്രമേ ഉള്ളൂ ഇതിന് ഗ്രോത്ത്. സോ ഐ ഹോപ്പ് all of you understood growth. So here is a table which mentioned about the difference between growth and development. Here let's see. Growth is quantitative, as I already mentioned that growth is quantitative, then it is not a continuous process. What growth is not a continuous process and it ends with the attainment of maturity. What growth ends with the attainment of maturity. ഗ്രോത്ത് അറ്റൈൻമെൻറ്റ് മെച്യൂരിറ്റി ആകുമ്പോഴേക്കും എന്താ അവസാനിക്കുന്നുണ്ട് അല്ലേ. ആൻഡ് സ്ട്രക്ചറൽ ഫിസിയോളജിക്കൽ ചേഞ്ചസ്, അതെന്താ ക്രോ ആൻഡ് ക്രോ പറഞ്ഞതുപോലെ തന്നെ സൈക്കോളജിസ്റ്റ് പറഞ്ഞ പോലെ തന്നെ അതെന്താ ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചറൽ ഫിസിയോളജിക്കൽ ചേഞ്ചസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് മൂവ് ഓൺ ടു ഡെവലപ്മെൻറ്റ്. ഡെവലപ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ഡെവലപ്മെൻറ്റ് ഈസ് ക്വാളിറ്റേറ്റീവ്. ഗ്രോത്ത് ഈസ് ക്വാണ്ടിറ്റേറ്റീവ് whereas development is qualitative. In some books I read that development is both qualitative as well as quantitative. Okay, so here these notes was given my B.Ed class. So here it is said that development is qualitative only. Okay, so growth is not a continuous process where development is a continuous process from womb to tomb. Growth is not a continuous process whereas development is a continuous process from womb to tomb, and growth ends with the attainment of maturity and changes in the organism as whole is what called development. Structural physiological change is growth whereas the changes in the organism as whole, ആ ഓർഗാനിസം മുഴുവനായിട്ടുള്ളതാണ് എന്ത് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മുഴുവനായിട്ടുള്ള ചേഞ്ചസിനെയാണ് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, so let's move on to meaning. I hope all of you understood. Okay, moving on to meaning. ചേഞ്ച് ഈസ് ദ ലോ ഓഫ് നേച്ചർ. ചേഞ്ച് അല്ലേ, മാറ്റം എന്ന് പറയുന്നത് എന്താ നമുക്കറിയാം. മാറ്റം എല്ലാത്തിനും ഈ ഭൂമിയിലുള്ള എല്ലാത്തിനും എന്തുണ്ടാവും മാറ്റങ്ങളുണ്ടാവും അല്ലേ. ആനിമേറ്റ് ഓർ ഇൻആനിമേറ്റ് ഒബ്ജക്ട്സ് ആർ ഓൾ സബ്ജക്റ്റ് ടു ചേഞ്ച്. എല്ലാത്തരം ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും എന്താ ചേഞ്ചിന് മാറ്റങ്ങൾ ഉണ്ടാവും അല്ലേ. ദർ പൊട്ടൻഷ്യാലിറ്റി ടു മെയിൻറ്റെയിൻ ദ ഫ്ലോ ആൻഡ് സൈക്കിൾ ഓഫ് ലൈഫ്. അതെന്താ, അത് ലോ ഓഫ് നേച്ചറാണ് അല്ലേ. ചേഞ്ച് എന്ന് പറയുന്നത് എന്താ ലോ ഓഫ് നേച്ചറാണ്. സീഡ്സ്, പ്ലാന്റ്സ്, ട്രീസ്. അതായത് സീഡ്സ് എന്താവുന്നു പ്ലാന്റ്സ് ആവുന്നു, പ്ലാന്റ്സ് എന്താവുന്നു ട്രീസ് ആവുന്നു അല്ലേ. പിന്നെ ഫ്ലവേഴ്സ്, സീഡ്സ് ഫോർ ഫർദർ ജനറേഷൻ. അപ്പോൾ എന്താ അങ്ങനെ ഫ്ലവർ ആവുന്നു, പിന്നെ ആദ്യം സീഡ്സ് ആവുന്നു, പിന്നെ എന്താ ആദ്യം പ്ലാന്റ് ആവുന്നു, പിന്നെ ആദ്യം ട്രീസ് ആവുന്നു അല്ലേ. അത് എന്താ ഒരു സൈക്കിൾ ഓഫ് ഫ്ലോ ആൻഡ് സൈക്കിൾ ഓഫ് ലൈഫ് ആണല്ലേ. സോ ഓൾസോ ഇൻ ദ കേസ് ഓഫ് ബേർഡ്സ് ആൻഡ് ആനിമൽസ് റീപ്രൊഡക്ഷൻ ദാറ്റ് ത്രൂ സെക്ഷൽ യൂണിയൻ. അപ്പോൾ എന്താ ബേർഡ്സിലും ആനിമൽസിലും ഒക്കെ നമ്മൾ എന്ത് റീപ്രൊഡക്ഷനിലൂടെ എന്ത് സംഭവിക്കുന്നുണ്ട് ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ എന്താ ചേഞ്ച് ഈസ് എ ലോ ഓഫ് നാച്ചർ. ഹ്യൂമൻ ബീയിങ് ലൈഫ് സ്റ്റാർട്ട് ഫ്രം ദ മദേഴ്സ് വോം ബിക്കെയിം ദ സൈറ്റ് ആൻഡ് മീൻ ഫോർ ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ ന്യൂ ലൈഫ് അല്ലേ. അപ്പോൾ ഹ്യൂമൻ ലൈഫും എന്താ ചേഞ്ചിന് കാരണമാകുന്നുണ്ട് അല്ലേ. നമ്മൾ ഹ്യൂമൻ ലൈഫിൽ ചേഞ്ചസ് കാണുന്നില്ലേ അല്ലേ.
So the process by which a germinating seed or a conceived organism is turned into the matured plant or a full-fledged being are called growth and development. അപ്പോൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിന് ഒരു ബെറ്റർ ഡെഫിനേഷനാണ് ഇത് ദ പ്രോസസ് ബൈ വിച്ച് എ ജെർമിനേറ്റിംഗ് seed or conceived organism is turned into the matured plant or full-fledged being are collectively termed growth and development. Okay, so hereditary plus environment is equal to growth and development. Okay, so growth is nothing but cellular multiplication visible. Growth is which is visible, measurable and hence quantitative, refers to structural and physiological changes. Okay, so repeat, growth is nothing but cellular multiplication of which can be visible, measurable and hence quantitative, refers to the physiological and structural changes. Okay, I hope all of you understood. Then here another table is which is the difference between growth and development. Okay, let's see. Okay, growth is one of the aspect of developmental process, whereas development is a wide comprehensive to overall changes in the individual as a organism as a whole. Okay, in the case of development. Okay, then next, not depends on materialization of learning. Growth is not depending on materialization of learning, whereas development depends on materialization of learning. So it is easy to understand. Growth is not dependent on materialization or learning. Development in the case of vice versa. Okay, so changes are directly observable and measurable. Growth in the case of growth, changes are directly observable and measurable, whereas in the case of development, not observable or measurable. Okay, so may or may not bring development. Okay, the growth may or may not be bring development, and development possible without growth. Okay, so I hope all of you understood this. Then growth and development both imply in one's behavior and personality, make development related to overall changes, structural as well as functional. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്ന എല്ലാവർക്കും ഗ്രോത്തും ഡെവലപ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ്, ഗ്രോത്ത് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആണ്, വിച്ച് ക്യാൻ ബി മെഷറബിൾ ആണ്, ഫിസിയോളജിക്കൽ ആൻഡ് സ്ട്രക്ചറൽ ചേഞ്ചസ് ആണ് എന്ത് ഗ്രോത്ത് എന്ന് പറയുന്നത്. ക്രോ ആൻഡ് ക്രോയുടെ അഭിപ്രായത്തിൽ വെൽ നോൺ സൈക്കോളജിസ്റ്റ് ആണ് ക്രോ ആൻഡ് ക്രോ. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താ, ഫിസിയോളജിക്കൽ ചേഞ്ചസിനെയാണ് എന്ത് പറയുന്നത്, ഗ്രോത്ത് എന്ന് പറയുന്നത്. വേറെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താ, കണ്ടിന്യൂസ് പ്രോസസ് ഫ്രം വോം ടു ടോംബ്, അതായത് നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ തുടങ്ങി നമ്മൾ അവസാന ഘട്ടം വരെ എന്തുണ്ട്, ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട്. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സാണ് എന്ത്, ഡെവലപ്മെൻറ്റ്. ദെൻ ലെറ്റ്സ് മൂവ് ഓൺ ടു the development and the principles of growth and development. So I hope it would be better if I take this class for the next time. Okay, I hope all of you understand the difference between growth and development. Thank you.